നമ്മൾ ജീവിക്കുന്ന ലോകത്ത് പലതരത്തിലും പല വിധത്തിലും സ്വഭാവവിശേഷണങ്ങളും കഴിവുകളുമുള്ള കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങൾ ഉണ്ട്. ഈ സൃഷ്ടികളുടെ എല്ലാം കൂട്ടത്തിൽ താരതമ്യേന ഉയർന്നു നിൽക്കുന്നവർ എന്ന് നമ്മൾ പറയാറുള്ളത് മനുഷ്യരെ കുറിച്ച് തന്നെയാണ്. മനുഷ്യനെ മറ്റു കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു മറുപടി വിശേഷ ബുദ്ധിയാണ് എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന, എല്ലാ നന്മയിലേക്കും മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന, എല്ലാവിധ നീചകൃത്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടയുന്ന അടിസ്ഥാനപരമായ ഗുണം എന്ന് പറയുന്നത് ലജ്ജാബോധമാണെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നലി കുല്ലി ദീനിൻ ഖുലുക വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്. ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് ലജ്ജയാണ് എന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരിക്കൽ പറഞ്ഞത്, ഇന്നൽ ഹയാ ശുഅബത്തുൻ മിനൽ ഈമാൻ. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു ഹദീസാണത്. തീർച്ചയായും ലജ്ജ എന്ന് പറയുന്നത് അത് ഈമാനിൻ്റെ ശാഖയാണ്. അപ്പം ഈമാനിൻ്റെ ഭാഗമാണ് ലജ്ജ എന്നതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനിൽ ലജ്ജയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവനിൽ ഈമാനില്ല എന്നാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ സംസ്കാരത്തെയും പ്രവർത്തനങ്ങളെയും പൂർണ്ണമായും മഹനീയമാക്കുന്നതിൽ, ഭംഗിയുള്ളതാക്കുന്നതിൽ ലജ്ജ എന്ന് പറയുന്ന ഈ സ്വഭാവ ഗുണത്തിന് വളരെ വലിയ പങ്കുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറഞ്ഞാൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിൽ ഏറ്റവും തിളക്കമുള്ളതും വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു സ്വഭാവ ഗുണമാണ് യഥാർത്ഥത്തിൽ ഹയാ അല്ലെങ്കിൽ ലജ്ജ എന്നൊക്കെ പറയുന്നത്. ലജ്ജയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് ചിന്തകളാണ് ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരിക. ലജ്ജ, ഒന്ന് നാണം കുണുക എന്നതാണ്. മറ്റൊരാൾക്ക് മുമ്പിൽ പോകാൻ, മറ്റൊരാളുടെ മുമ്പിൽ സംസാരിക്കാനൊക്കെ ഒരു നാണമുണ്ടാവുക, ഇതാണ് ലജ്ജ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക. രണ്ടാമതെന്ന് തൻ്റെ സ്വകാര്യത മറ്റുള്ളവർ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ. അപ്പോൾ എന്താണ് ലജ്ജ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ചിത്രങ്ങൾ. എന്നാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ഇത് രണ്ടുമല്ല ലജ്ജ. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാണം കുണുങ്ങൽ, അതല്ല ലജ്ജ. അതല്ലെങ്കിൽ തൻ്റെ സ്വകാര്യതകൾ മറ്റുള്ളവർ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അതുമല്ല ലജ്ജ എന്ന് പറയുന്നത്. പിന്നെയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിൽ വിലക്കിയ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താണോ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ആ ഗുണത്തെയാണ് ലജ്ജ എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിലക്കിയ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു ഗുണമുണ്ട്. അതെന്താണോ അതിനെയാണ് ലജ്ജ എന്ന് പറയുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പലരും വിചാരിച്ചതുപോലെ ജനങ്ങളിൽ നിന്നൊക്കെ അകന്നു മാറി ഏതെങ്കിലും ഒരു മൂലയിൽ ഒറ്റക്കങ്ങനെ നാണം കുണുങ്ങിയായി നിൽക്കുന്നതിൻ്റെ പേരല്ല യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഈ അർത്ഥത്തിൽ ലജ്ജാബോധം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അല്ലാഹ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യുമ്പോൾ എന്താണോ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, ഈ അർത്ഥത്തിൽ ലജ്ജാബോധം നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ജീവിതത്തെ മുഴുവൻ സ്പർശിക്കുന്നതും
ഒരു വിശ്വാസി ഇടപെടുന്ന മുഴുവൻ മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ ഒരു മഹത്തായ സ്വഭാവ സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുന്നത്. ഒരു മനുഷ്യ സംസ്കാരത്തെ, മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായും നന്നാക്കിയെടുക്കുന്നതിൽ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവ ഗുണത്തിന് വളരെ വലിയ പങ്കുണ്ട്. മനുഷ്യ പ്രകൃതിക്ക് ചേരാത്ത കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ആന്തരിക സുരക്ഷാപടനാണ് ലജ്ജ എന്നൊക്കെ മഹാന്മാർ ലജ്ജയെക്കുറിച്ച് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അത് വല്ലാത്തൊരു വർത്തമാനമാണ്. മനുഷ്യന്റെ പ്രകൃതിക്ക് ചേരാത്ത കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന അവന്റെ അകത്തു തന്നെയുള്ള ഒരു സുരക്ഷാപടനാണ് ലജ്ജ എന്ന് മഹാന്മാർ ലജ്ജയെക്കുറിച്ച് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ശരിയാണല്ലോ. ഒരു മനുഷ്യനിലെ മുഴുവൻ നന്മകളുടെയും സംരക്ഷകനാണ് ലജ്ജ എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, സകലമാന നന്മകളിലേക്കും വഴി കാണിക്കാൻ ലജ്ജാശീലത്തിന് കഴിയും. അതോടൊപ്പം തന്നെ സകലമാന തിന്മകളിലേക്കും ഒരു മനുഷ്യനെ എത്തിക്കാൻ ലജ്ജയുടെ അഭാവത്തിനും കഴിയുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചല്ലോ, ലജ്ജാശീലം ഒരാൾക്കും നന്മയല്ലാതെ മറ്റൊന്നും വരുത്തുന്നില്ല. അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലജ്ജാശീലം നന്മയല്ലാതെ ഒരു മനുഷ്യനിലൊന്നും കൊണ്ടുവരികയില്ല എന്ന്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ചും നമ്മൾ ജീവിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ ലജ്ജാശീലം എന്ന് പറയുന്നത് അതിൻ്റെതായ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതില്ലെങ്കിൽ മഹാന്മാര് പറഞ്ഞതുപോലെ മുത്തുകൾ കോർത്തുവെക്കപ്പെട്ട ചരട് പോലെയാണത്രേ ലജ്ജ. ഒരു നൂലിൽ, ഒരു ചരടിൽ നിറയെ മുത്തുകൾ കോർത്തു വച്ചിരിക്കുകയാണ്, മുത്തുമാല പോലെ. ആ ചരടങ്ങോട്ട് പൊട്ടിയാൽ ആ മുത്തുകൾ ഒന്നിനു മീതെ ഒന്നൊന്നായി ഊരിപ്പോകുന്നത് പോലെ ലജ്ജയില്ലെങ്കിൽ, കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞാൽ നാണവും മാനവും എന്നൊക്കെ നമ്മൾ പറയും. ഈ നാണവും മാനവും ഇല്ലെങ്കിൽ, ലജ്ജയില്ലെങ്കിൽ, പൊട്ടിയ ചരടിൽ നിന്നും മുത്തുമണികൾ ഊർന്നു വീഴുന്നത് പോലെ ഒരാളുടെ ജീവിതത്തിലെ നന്മകൾ മുഴുവനും ഊരിത്തെറിച്ച് ചിതറിത്തെറിച്ചു പോകും. തിന്മ ചെയ്യാനുള്ള മാനസികമായ അറുപ്പും വെറുപ്പും ഒരാൾക്ക് ഇല്ലാതാകുമെന്നൊക്കെ മഹാന്മാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ലജ്ജാശീലത്തിന്റെ അഭാവം ഒരു മനുഷ്യന്റെ ധാർമ്മിക ജീവിതത്തെ എങ്ങനെയാണ് നശിപ്പിച്ചു കളയുക എന്ന് സുദീർഘമായ ഒരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കാണിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ഇന്നല്ലാഹ ഇദാ അറാദ ബിഅബ്ദിൻ ഹലക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ, ഒരു മനുഷ്യനെ അല്ലാഹു വെറുത്താൽ, നസഅ മിൻഹുൽ ഹയാ, അവനിൽ നിന്ന് ഏറ്റവും ആദ്യം പടച്ച റബ്ബ് ഊരിക്കളയുന്നത് എന്തായിരിക്കും? ലജ്ജയായിരിക്കും എന്നാണ് ഒരു സുദീർഘമായ ഹദീസ്. അതിങ്ങനെയാണ്, അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഒരു അടിമയെ വെറുത്താൽ അവനിൽ നിന്ന് ആദ്യം ലജ്ജ എന്ന് പറയുന്ന ശീലം അത് ഊരിപ്പോകും. എന്നിട്ട് പറയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലജ്ജ ഒരാളിൽ നിന്ന് പോയാൽ അവനെ വെറുക്കുന്നവനും വെറുക്കപ്പെടുന്നവനുമായിട്ടല്ലാതെ കാണാൻ കഴിയില്ല. സമൂഹത്തിലുണ്ടാകുന്ന അവസ്ഥയാണ്, ഒരാളിൽ ലജ്ജയില്ലെങ്കിൽ അവനെ വെറുക്കുന്നവനും വെറുക്കപ്പെടുന്നവനായിട്ടാണ് കാണാൻ കഴിയുക. അങ്ങനെ ഒരാൾ വെറുക്കുന്നവനും വെറുക്കപ്പെടുന്നവനുമായാൽ അയാളിൽ നിന്ന് ഉത്തരവാദിത്വ ബോധം നഷ്ടപ്പെട്ടു പോകും. പിന്നെയോ ഉത്തരവാദിത്വ ബോധം നീങ്ങിപ്പോയാൽ, ഇല്ലാതാകുന്നതോടെ അയാൾ വഞ്ചകനും വഞ്ചിക്കപ്പെടുന്നവനുമായിട്ട് തീരും. അങ്ങനെ വഞ്ചകനും വഞ്ചിക്കപ്പെടുന്നവനുമായി തീരുമ്പോൾ അയാളിൽ നിന്ന് കാരുണ്യത്തിന്റെ വികാരം അസ്തമിച്ചു പോകും. കാരുണ്യം അയാളിൽ നിന്ന് ഇല്ലാകുന്നതോടുകൂടി അവൻ ശപിക്കപ്പെട്ടവനായിട്ട് മാറും. ശപിക്കപ്പെട്ടവനായി മാറിയാലോ ഇസ്ലാമിന്റെ ബന്ധനം, ഇസ്ലാമിന്റെ പാശം അയാളിൽ നിന്ന് ഇല്ലാതായി പോകും.
വല്ലാത്ത ചില വർത്തമാനങ്ങളാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരു മനുഷ്യനെ അല്ലാഹു വെറുത്താൽ ആദ്യം അവനിൽ നിന്ന് ലജ്ജയില്ലാതാകും. ലജ്ജയില്ലാതാകുന്നതോടുകൂടി അവൻ വെറുക്കുന്നവനായി മാറും, വെറുക്കപ്പെട്ടവനായി മാറും, ഉത്തരവാദിത്വ ബോധമില്ലാത്തവനായി മാറും, വഞ്ചിക്കുന്നവനായിട്ടും വഞ്ചിക്കപ്പെടുന്നവനായിട്ട് മാറും, കാരുണ്യമില്ലാത്തവനായിട്ട് മാറും, ശപിക്കപ്പെട്ടവനായിട്ട് മാറും. അവസാനം അവന്റെ ചുമരിൽ നിന്ന് ഇസ്ലാമിന്റെ മുഴുവൻ അടയാളങ്ങളും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തും. അടിസ്ഥാനം എന്തായിരുന്നു? ലജ്ജ എന്ന് പറയുന്ന ബോധം നഷ്ടപ്പെട്ടതായിരുന്നു. ഇത് നമ്മളെയൊക്കെ നിരന്തരം ചിന്തിപ്പിക്കേണ്ടുന്ന ചില ഹദീസുകളാണത്. ശരിയാണല്ലോ ഈ പറഞ്ഞത്. ഒരാൾക്ക് ലജ്ജയില്ലെങ്കിൽ അവൻ എന്ത് തോന്നിയവാസം ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ എന്ത് തോന്നിയവാസം അവൻ ചെയ്യും. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കും. ഉത്തരവാദിത്വ ബോധമുണ്ടാവില്ല. ആളുകളെ പറ്റിക്കാൻ തുടങ്ങും, വഞ്ചിക്കാൻ തുടങ്ങും, കാരുണ്യമില്ലാത്തവനായിട്ട് മാറും. ഇസ്ലാമിന്റെ ഒരു അടയാളങ്ങളും അവനിൽ ഉണ്ടാവില്ല. ഇതൊക്കെ ലജ്ജയില്ലാതാകുമ്പോൾ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണെന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാന്മാര് പറഞ്ഞത്, ഒരാൾക്ക് ലജ്ജയില്ലെങ്കിൽ അവൻ എന്ത് തോന്നിയവാസം ചെയ്യും. അവനിൽ നിന്ന് ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. ലജ്ജയില്ലാതായാൽ ഈമാനും വിശ്വസ്തതയും മനുഷ്യത്വവും കാരുണ്യവും എല്ലാം അവരിൽ നിന്നില്ലാതായി പോകുമെന്നുള്ളതാണ്. ഇതൊക്കെ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ തന്നെ ജീവിതം വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ചുറ്റുഭാഗത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന പല അനുഭവങ്ങളും വെച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. താൻ എടുക്കുന്ന ജോലിക്ക് തനിക്ക് അർഹതപ്പെട്ട ശമ്പളമുണ്ടായിട്ടും കൈക്കൂലി വാങ്ങാനുള്ള മനസ്സെവിടെ നിന്നാണ് വരുന്നത്? ഈ ലജ്ജാബോധമില്ലാത്തത് കൊണ്ടാണ്. തന്നെ ഏൽപ്പിച്ച പണി താൻ നിർവഹിക്കുമ്പോൾ കൃത്യമായിട്ട് ഗവൺമെന്റോ അല്ലാത്തതോ എനിക്ക് മാസം ശമ്പളം തരുന്നതിനാ? ഞാൻ ചെയ്യുന്ന പണിക്കാണ്, സേവനത്തിനാണ്. അതിന് പുറമെ വീണ്ടും ഞാൻ നിർവഹിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യത നിർവഹിച്ചതിന്റെ പേരിൽ ഞാൻ വീണ്ടും കൈക്കൂലി വാങ്ങുന്നത് ആ ലജ്ജയില്ലാത്തത് കൊണ്ടാണ്, ലജ്ജാബോധമില്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ നോക്കൂ നിങ്ങൾ. അങ്ങനെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ മേഖലകളെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ലജ്ജാബോധം മനുഷ്യ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അവൻ മൃഗത്തേക്കാൾ അതപ്പതിച്ചവനായിട്ട് മാറും. മൃഗത്തേക്കാൾ കരുണ പറ്റും. അതുകൊണ്ടാണല്ലോ ഒരു അപകടത്തിൽപ്പെട്ട് ജീവന് വേണ്ടി മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോ എന്താ ആശുപത്രി അധികൃതർ പറഞ്ഞത്? എന്താ പറഞ്ഞ ലക്ഷ്യം അവിടെ കെട്ടിവെച്ചാലേ തിയേറ്ററിലേക്ക് ഓപ്പറേഷൻ കയറ്റൂ എന്ന. ജീവനേക്കാൾ വില പണത്തിനായിട്ട് മാറുന്ന സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ ലജ്ജയില്ലാതാകുമ്പോൾ മനുഷ്യത്വവും കാരുണ്യവും ഒക്കെ നഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് വിശാലമായിട്ട് വായിച്ചു നോക്കണം. അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് മൃഗത്തേക്കാൾ അതപ്പതിച്ചവനായിട്ട് മനുഷ്യൻ മാറുക. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബയെ കിറാമിനോട് പറയാണ്, ഇസ്തഹയു മിനല്ലാഹി ഹഖൽ ഹയാ. അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ലജ്ജ കാണിക്കേണ്ട വിധം ലജ്ജ കാണിക്കണം. പടച്ചറബിന്റെ മുമ്പിൽ നിങ്ങൾ ലജ്ജിക്കേണ്ട വിധം, ലജ്ജ കാണിക്കേണ്ട വിധം നിങ്ങൾ ലജ്ജ കാണിക്കണം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളൊക്കെ ലജ്ജയുള്ള ആളുകൾ തന്നെയാണല്ലോ, ഞങ്ങളൊക്കെ നാണോമാനുള്ള ആളുകൾ തന്നെയാണല്ലോ, ലജ്ജയുള്ളവരാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ യഥാവിധി ലജ്ജ കാണിക്കുന്നതിനെ കുറിച്ചാണ്. എന്നിട്ടത് വിശദീകരിച്ചു കൊടുക്കാൻ. എന്താ ഞാൻ ഉദ്ദേശിച്ച ലജ്ജ എന്താണ്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ. എന്ത്? നിങ്ങൾ നിങ്ങളുടെ ശിരസ്സും അത് ഉൾക്കൊള്ളുന്നതും നിങ്ങളുടെ വയറും അത് ഉൾക്കൊള്ളുന്നതും കാത്തു സൂക്ഷിക്കണം. അത് ലജ്ജയുടെ ഭാഗമാണ്. നിങ്ങളുടെ തല അത് ഉൾക്കൊള്ളുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ആലോചനകളും നിങ്ങളുടെ കണ്ണും മൂക്കും ചെവിയും നാവും ഒക്കെ അതിൽപ്പെട്ടതാണ്. അപ്പൊ അതൊക്കെയും ലജ്ജയുടെ അടിസ്ഥാനത്തിലാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. കണ്ണുകൊണ്ട് കാണുമ്പോൾ, ചെവി കൊണ്ട് കേൾക്കുമ്പോൾ, നാവ് കൊണ്ട് വർത്തമാനം പറയുമ്പോൾ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട് നിങ്ങളുടെ മസ്തിഷ്കം കൊണ്ട് ആലോചിച്ചുണ്ടാക്കുമ്പോൾ അവിടെ ലജ്ജയുണ്ടാകണം. ലജ്ജയില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പാടാത്തത് കാണും, കേൾക്കാൻ പാടാത്തത് നിങ്ങൾ കേൾക്കും, ചിന്തിക്കാൻ പാടാ നിങ്ങൾ ചിന്തിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ട് റസൂൽ പറയാൻ, നിങ്ങളുടെ ശിരസ്സും അത് ഉൾക്കൊള്ളുന്നതും പിന്നെ നിങ്ങളുടെ വയറും അത് ഉൾക്കൊള്ളുന്നതും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് പറയാണ്, മരണത്തെയും നാശത്തെയും നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്ത്? സഹാബികളെ വിളിച്ചു കൂട്ടിയിട്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ലജ്ജ കാണിക്കേണ്ട വിധം ലജ്ജ കാണിക്കണം. അപ്പൊ സ്വഹാബയെ കിറാം പറഞ്ഞത് എന്താ? റസൂലേ, ഞങ്ങൾക്കൊക്കെ ലജ്ജ ഉണ്ടല്ലോ,
അപ്പോൾ റസൂൽ തിരുത്തി കൊടുക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലജ്ജയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? എന്താ ലജ്ജ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയും ആ തലയിലുള്ളതിനെയും നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ വയറും ആ വയറിലുള്ളതിനെയും നിങ്ങൾ സൂക്ഷിക്കണം, മരണത്തെയും നാശത്തെയും നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കണം. പാരത്രിക ലോകം ആഗ്രഹിക്കുന്നവർ ഐഹിക ആഡംബരങ്ങൾ ഉപേക്ഷിക്കും. ഇങ്ങനെ ചെയ്യുന്നവനാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ യഥാവിധം ലജ്ജ കാണിക്കുന്നവനെന്ന് പറഞ്ഞ് ആ ഒരു സുദീർഘമായ ഹദീസിലൂടെ തൻ്റെ അനുചരന്മാർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടെ 3 കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്. ഒന്ന്, തലയും തല ഉൾക്കൊള്ളുന്നതിനെയും നിങ്ങൾ സൂക്ഷിക്കണം, അത് ലജ്ജയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞതുപോലെ കണ്ണുകൾ, ചെവി, ചിന്ത, നാവ്, ഇത്തരം കാര്യങ്ങളൊക്കെയും നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവ കൊണ്ട് ഞാൻ പരിധി വിടുകയില്ല. എൻ്റെ കണ്ണുകൊണ്ട് പരിധി വിട്ടിട്ടൊന്നും ഞാൻ കാണില്ല, എൻ്റെ ചെവി കൊണ്ട് ഞാൻ പരിധി വിട്ടതൊന്നും കേൾക്കുകയില്ല, എൻ്റെ നാവ് കൊണ്ട് ഞാൻ പരിധി വിട്ടിട്ടൊന്നും സംസാരിക്കുകയില്ല, എൻ്റെ ചിന്തകൾ കൊണ്ട് ഞാൻ, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പരിധി വിട്ടിട്ടൊന്നും ചിന്തിക്കുകയില്ല എന്ന് തീരുമാനിക്കുന്നതാണ് ലജ്ജ എന്ന് പഠിപ്പിച്ചു കൊടുക്കുക. വയറും അത് ഉൾക്കൊള്ളുന്നതും ലജ്ജയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അരച്ചാൻ വയറിന് വേണ്ടിയിട്ടാണല്ലോ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഹറാം ഉപയോഗിക്കില്ലെന്ന് തീരുമാനിക്കണം. ഇത് ലജ്ജയുടെ ഭാഗമാണ്. അത് ലജ്ജയുണ്ടാക്കി തരുമെന്നാണ്. വയറ് നിറയ്ക്കാൻ വേണ്ടി, കുടുംബത്തെ പറ്റാൻ വേണ്ടി, സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഹക്കും ബാത്തിലും ഹറാമും ഹലാലും നോക്കാതെ നിങ്ങൾ അധ്വാനിച്ചു കൂട്ടുന്നു എങ്കിൽ, സമ്പാദിച്ചു കൂട്ടുന്നു എങ്കിൽ നിങ്ങളിൽ ലജ്ജയില്ല എന്നതിന് തെളിവാണത്. ലജ്ജയില്ല എന്നതിന് തെളിവാണത്. നിങ്ങൾ കച്ചവടക്കാരനാണോ? മുമ്പിൽ വരുന്ന കസ്റ്റമറിനോട് നിങ്ങൾ നുണ പറഞ്ഞ് കച്ചവടം നടത്തുന്നു എങ്കിൽ, ഇല്ലാത്ത ഗുണം പറഞ്ഞുകൊണ്ട് സാധനം വിറ്റ് ലാഭമുണ്ടാക്കുന്നു എങ്കിൽ, സാധനം വിറ്റഴിക്കുന്നു എങ്കിൽ നിങ്ങളിൽ ലജ്ജാബോധമില്ല എന്നതിന് തെളിവാണെന്നാണ് ഈ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ലജ്ജ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിങ്ങനെ നാണം കുണിങ്ങി നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാണാൻ പാടാത്ത ഭാഗങ്ങൾ ആരെങ്കിലും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, അതല്ല ലജ്ജ. അല്ലെങ്കിൽ അത് മാത്രമല്ല ലജ്ജ. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ലജ്ജ എന്ന് പറയുന്നത് ഇത്തരം സംവിധാനങ്ങൾ കൂടിയാ. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ പറഞ്ഞതെന്നാ മരണത്തെ ഓർക്കുക എന്നാ. മരണത്തെ ഓർക്കുക, അതും ലജ്ജയുടെ ഭാഗമായിട്ട് വരുന്ന. ഉമർ അല്ലാഹു പറഞ്ഞല്ലോ, മൻ ഖല്ല ഹയാഹു ഖല്ല വറാഹു. ലജ്ജ ഒരാളിൽ കുറഞ്ഞാൽ അവനിൽ സൂക്ഷ്മത കുറയും. സൂക്ഷ്മത ആരിൽ കുറഞ്ഞോ മാത്ത കൽബുഹു, അവൻ ഹൃദയം മരിക്കുമെന്ന. ഒരു മനുഷ്യനിൽ ലജ്ജയില്ലെങ്കിൽ അവനക്ക് തഖ്വയുണ്ടാകില്ല. തഖ്വ ഒരാളിൽ ഇല്ലാതായാലോ അവൻ്റെ ഹൃദയം മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു. ഞാനതാ നേരത്തെ പറഞ്ഞത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ, ഒരു കൾച്ചറിൻ്റെ പേരാണ് ലജ്ജ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ അതിനെ വായിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയണം. അറബി ഭാഷയിൽ മനുഷ്യ ജീവിതത്തിന് ഹയാത്ത് എന്നാണ് പറയുക. ഹയാത്ത്. മഴയ്ക്ക് ഹയ്യൻ എന്നൊരു പ്രയോഗം മഴക്കുണ്ട്. ലജ്ജയ്ക്ക് ഹയാ എന്നാണ് പറയുക. ഇതൊക്കെ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ബന്ധമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ജീവിതത്തിന് ഹയാത്ത്, മഴയ്ക്ക് ഹയ്യൻ, ലജ്ജയ്ക്ക് ഹയാ, ഈ 3 പദവും തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? മഴ, ലജ്ജ എന്നീ പദങ്ങളൊക്കെ ഹയാത്ത് എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. അഥവാ ഭൂമിയിൽ മനുഷ്യന്റെ ജീവനും ജീവിതത്തിനും വെള്ളം എത്ര കണ്ട് അനിവാര്യമാണോ അതേപോലെ മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായ ഒന്നാണ് ലജ്ജാഗുണം എന്നാണ് ഈ 3 പദങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. മനുഷ്യ ജീവന്റെ നിലനിൽപ്പിന് വെള്ളം എത്ര അനിവാര്യമാണോ അതുപോലെ മനുഷ്യ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് ലജ്ജ എന്ന് പറയുന്ന ഗുണം എന്ന് ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതൊരിക്കലും കൈമോശമെന്ന് പോകാൻ പാടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, മനുഷ്യർക്ക് എങ്ങനെയുമാകാം, മറ്റുള്ളവർക്ക് എങ്ങനെയുമാകാം, പക്ഷേ സത്യവിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില വരകളും അതിർവരമ്പുകളൊക്കെയുണ്ട്. ചില നിയമങ്ങളും ചില നിയന്ത്രണങ്ങളും ഒക്കെ നമുക്കുണ്ട്. അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. സത്യവിശ്വാസികളിൽ ലജ്ജ എന്ന് പറയുന്ന ഈ സ്വഭാവ ഗുണം അത് കൈമോശം സംഭവിക്കാൻ പാടില്ല, നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. മുഹമ്മദ് നബിയെക്കുറിച്ച് പറയാറുള്ളൊരു വർത്തമാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
മണിയറക്കകത്തിരിക്കുന്ന കന്യകയേക്കാൾ നാണമുള്ള വ്യക്തിയായിരുന്നു എന്ന് റസൂലിനെ കുറിച്ച് പറയാറുണ്ട്. മണിയറക്കകത്തിരിക്കുന്ന പുതുമണവാട്ടിക്ക് നാണം ഉണ്ടാകും, ലജ്ജ ഉണ്ടാകും, അതിനേക്കാൾ നാണമുള്ള ആളായിരുന്നു റസൂൽ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാണം കുണുങ്ങിയായിരുന്നു എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ എന്താ? ആ ഹദീസിന്റെ അവസാനം അത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. വൈദാ കരിഹ ശൈഅൻ ഉരിഫ ഫീ വജ്ഹിഹി. ഒരു വിശ്വാസിയുടെ പ്രകൃതത്തിന് ചേരാത്ത, ഒരു വിശ്വാസിയുടെ ജീവിതത്തിന് ചേരാത്ത എന്തെങ്കിലും ഒന്ന് കണ്ടാൽ നബിയുടെ മുഖത്തത് പ്രകടമാകുമായിരുന്നു, വിമുഖത പ്രകടിപ്പിക്കുമായിരുന്നു. അതാണ് ലജ്ജ. അതാ ഹബീബിനെ കുറിച്ച് പറഞ്ഞത്. എന്താ? ഒരു വിശ്വാസിക്ക് ചേരാത്ത, വിശ്വാസിക്ക് കേൾക്കാൻ പറ്റാത്ത, വിശ്വാസിക്ക് കാണാൻ കഴിയാത്ത, ഒരു വിശ്വാസി ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ അനുഭവിക്കാൻ കഴിയാത്ത, കേൾക്കാൻ പാടില്ലാത്ത അത്തരം വല്ലതും കാണേണ്ടി, കേൾക്കേണ്ടി വന്നാൽ, അനുഭവിക്കേണ്ടി വന്നാൽ അതിനോടുള്ളൊരു വെറുപ്പും വിമുഖതയും മുഖത്ത് പ്രകടമാകുമായിരുന്നു. അതായിരുന്നു റസൂലിന്റെ ലജ്ജ എന്നൊക്കെ അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാം. ഒരിക്കൽ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ ഹയാ വൽ ഈമാന ഖുരിനാ ജമീഅ ഫഇദാ റുഫിഅ അഹദഹുമാ റുഫിഅൽ ആഖർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, തീർച്ചയായും ലജ്ജയും ഈമാനും പരസ്പരം ബന്ധിക്കപ്പെട്ടതാണ്. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ഉയർന്നാൽ മറ്റേതും ഉയരും എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയിൽ നിന്ന് ലജ്ജ നഷ്ടപ്പെട്ടാൽ അവൻ്റെ ഈമാനം നഷ്ടപ്പെടും. ഒരാൾക്ക് ഈമാനില്ല, അവൻക്ക് ലജ്ജ ഉണ്ടാകില്ല. ഇനി ഒരാൾക്ക് ലജ്ജല്ലേ, അവൻക്ക് ഈമാൻ ഉണ്ടാവില്ല. അതാണ് നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈമാൻ 70-ൽ പരം ശാഖകളാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിപ്പിച്ചിട്ട് അതിൻ്റെ അവസാനം പറഞ്ഞൊരു വർത്താനം എന്താ അറിയോ? ഹദീസിൻ്റെ അൽ ഹയാ ശുഅബത്തുൻ മിനൽ ഈമാൻ. ഈ ലജ്ജ എന്ന് പറയുന്നത് അത് ഈമാനിന്റെ ഭാഗമാണെന്നാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, ഒരുത്തനിൽ, ഒരു മനുഷ്യനിൽ ലജ്ജയില്ലെങ്കിൽ അവനിൽ ഈമാനില്ല. ഇനി ഒരുത്തൻക്ക് ഈമാനില്ലേ, അവൻക്ക് ലജ്ജ ഉണ്ടാകൂല. എങ്ങനെ ചെയ്യും, കാണും, കേൾക്കുകയൊക്കെ ചെയ്യും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്, ഒരു വിശ്വാസി വിശ്വാസിയായിക്കൊണ്ട് മദ്യപിക്കില്ല, ഒരു വിശ്വാസി വിശ്വാസിയായിക്കൊണ്ട് വ്യഭിചരിക്കില്ല, ഒരു വിശ്വാസി വിശ്വാസിയായിക്കൊണ്ട് നുണ പറയില്ല. കാരണം അവൻ്റെ ഈമാൻ അതിന് സമ്മതിക്കില്ല. ഇനി നിങ്ങൾ അങ്ങനെ നുണ പറയുന്നുണ്ടെങ്കിൽ, മുസ്ലിമിന്റെ പേരും വെച്ച് ഇസ്ലാമിന്റെ പേരും ഇട്ടിട്ട് നിങ്ങൾ നുണ പറയുന്നുണ്ടെങ്കിൽ, വ്യഭിചരിക്കുന്നുണ്ടെങ്കിൽ, മദ്യപിക്കുന്നുണ്ടെങ്കിൽ, വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങളിൽ ഈമാനില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്യാനുള്ള ലജ്ജയില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളിൽ നിന്ന് ഈമാൻ ഉയർന്നു പോകുമെന്നാണ് ആ പറഞ്ഞത്. ലജ്ജയില്ലാതെ തിന്മ ചെയ്യുമ്പോൾ അവനിൽ നിന്ന് ഈമാൻ അങ്ങനെ ഉയർന്നു പോയി ആകാശത്ത് നിൽക്കുമെന്നൊക്കെ ചില വചനങ്ങളിൽ കാണാനും മനസ്സിലാക്കാനും കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, ഈ ലജ്ജ എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടുന്ന ഗുരുതരമായൊരവസ്ഥയാണ്. മഹാനായ അബു ഹാമിദ് അദ്ദേഹം ഒരിക്കൽ ഒരു കവിത ചൊല്ലുകയാണ്. ആ കവിതയുടെ വരികൾ ഇങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: എന്നോട് അനുസരണക്കേട് കാണിക്കാൻ നിനക്ക് നാണം തോന്നിയില്ലേ? നിന്റെ തെറ്റുകൾ മറ്റുള്ളവരിൽ നിന്നും നീ നാണം കാരണം മറച്ചു വെച്ചു. പക്ഷേ ഞാനത് കാണുന്നതിൽ നിനക്കൊരു ലജ്ജയും മടിയും ഉണ്ടായിരുന്നില്ല. ഒരു കവിതാ ശകലമാണത്. എന്താ പറഞ്ഞത്? എന്നോട്, അള്ള പറയുന്ന പോലെ പറയാണ്, എന്നോട് അനുസരണക്കേട് കാണിക്കാൻ നിനക്ക് നാണം തോന്നിയില്ലേ? നിന്റെ പല തെറ്റുകളും മറ്റുള്ളവരിൽ നിന്ന് അവർ കാണുമെന്ന നാണം കാരണം നീ മറച്ചു വെച്ചു. പക്ഷേ ഞാനത് കാണുന്നു എന്നൊരു ലജ്ജയും മടിയും നിനക്കുണ്ടായിരുന്നില്ല. ഇത് കേട്ടപ്പോ ഈ അദ്ദേഹത്തോട് ഇമാം അഹ്മദ് ഇത് ചൊല്ലിയ ആളോട് ഒരു കവിത കൂടി ചൊല്ലാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം വീണ്ടും കവിത ചൊല്ലിക്കൊടുത്തു. പക്ഷേ ഇമാം അഹ്മദ് അതിന് മറുപടിയൊന്നും കൊടുത്തില്ല. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വേഗം വീട്ടിൽ പോയി വാതിലടച്ച്, അങ്ങനെ വാതിൽ അടച്ചു വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ തേങ്ങിക്കരച്ചിൽ പുറത്തു കേൾക്കാമായിരുന്നു എന്ന് അവിടെയുള്ള ആളുകൾ പറയുക. എന്താ പറഞ്ഞത്? എടോ മനുഷ്യ, നിന്റെ ഒപ്പമുള്ളവരെ കാണുന്നു എന്നൊരു നാണബോധം നിനക്കുണ്ട്, ലജ്ജാബോധമുണ്ട്. അതുകൊണ്ട് നീ തെറ്റുകൾ മനുഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്നില്ല. എന്നാൽ ആരാരുമില്ലാത്തപ്പോ, ആരും കാണാത്ത സമയത്ത് നീ പല തമ്മാടിത്തരങ്ങളും ചെയ്യുന്നു, നീ പല തിന്മകളും ചെയ്യുന്നു. അപ്പോ നിന്റെ കൂടെ ആരില്ലെങ്കിലും ഞാൻ കാണുന്നുണ്ടെന്ന ലജ്ജ നിനക്കില്ല അല്ലേ എന്നാ ചോദിക്കണത്.
ഈ വരികൾ കേട്ടപ്പോൾ അദ്ദേഹം തന്നെ വീട്ടിൽ കയറി വാതിലടച്ച് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാനും മനസ്സിലാക്കാനും കഴിയും. മനുഷ്യരിൽ പലരും അങ്ങനെയാ മനുഷ്യരിൽ പലരും. ഞാൻ ഓതി വെച്ച ആയത്ത് ശ്രദ്ധിച്ചില്ലേ? യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ആരെ പറ്റിയാ പറയണത്? എന്നെ നിങ്ങളെ പറ്റിയാണെന്ന് ആലോചിക്കണം. അവർ ജനങ്ങൾ കാണുന്നതിനെ ലജ്ജിക്കുന്നു, പക്ഷേ അല്ലാഹ് കാണുന്നതിനെ ലജ്ജിക്കുന്നില്ല. ഞാൻ ഓതി വെച്ച ആയത്താണത്. യസ്തഖ്ഫൂന മിനന്നാസ്. ആളുകൾ കാണുമ്പോൾ നാണോമാനമൊക്കെ ഉണ്ട്. ഇപ്പം അതുമില്ല കേട്ടോ. ഞാൻ സമയം ഉണ്ടെങ്കിൽ അവസാനം പറയേ, അത് കോമൺ ആയിട്ടൊരു ഭാഷയാണ്. ആളുകൾ കാണുമ്പോൾ തെറ്റ് ചെയ്യാൻ മടിയുണ്ട്. എന്താ കാരണം? അവരെ മുമ്പിൽ വെച്ച് എങ്ങനെയാ ചെയ്യുക? ഒരു കാണുമില്ലേ, എന്താ വിചാരിക്കുക എന്നുണ്ട്. പക്ഷേ വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹ് കാണുന്നുള്ളൊരു നാണമാനവും ബോധവും ചിന്തയും ലജ്ജയൊന്നുമില്ല മനുഷ്യന്മാർക്ക്. അക്ഷരാർത്ഥത്തിൽ നമ്മളെക്കുറിച്ചൊക്കെ തന്നെയല്ലേ അല്ലാഹ് ഈ വർത്താനം പറയുന്നത്? വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നാളെ പടച്ചറപ്പ് ചോദിക്കുന്ന രംഗം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. നാളെ മനുഷ്യരാലോകത്ത് ഞാനും നിങ്ങളുമൊക്കെ അവിടെ ഇങ്ങനെ മണൽ തരികളെപ്പോലെ നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് പടച്ചറപ്പ് ചോദിക്കുന്ന രംഗം നമ്മളൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയടോ. നാണവും മാനും ഇല്ലാത്തവനെ, ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നീ പലതും മറച്ചു വെച്ചു, നാണം കാരണം, ലജ്ജ കാരണം. പക്ഷേ ഞാൻ കാണുന്നത് നിനക്കൊരു ലജ്ജയുമില്ലായിരുന്നു. ഇപ്പൊ നിനക്ക് കഴിയോ അങ്ങനെ ചെയ്യാൻ? ഇപ്പൊ നിനക്ക് കഴിയോ? എന്റെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് അന്ന് നീ ഭൂമി ലോകത്ത് വെച്ച് ആരാരും കാണാതെ പറഞ്ഞതും കേട്ടതും ചെയ്തതും ചിന്തിച്ചതുമൊക്കെ ഇപ്പൊ നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയോ എന്ന് പടച്ചറബ് നാളെ മനുഷ്യരാലോകത്ത് വെച്ചിട്ട് നമ്മൾ ഓരോരുത്തരെയും ഒറ്റക്ക് വിളിച്ച് ചോദിക്കുന്ന രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, 4 കൂട്ടരെപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. അതാരൊക്കെയെന്നറിയോ? ഒന്ന് പടച്ചോൻ തന്നെയാണ്, മറ്റൊന്ന് 2 മലക്കുകളാണ്, മറ്റൊന്ന് പിശാചാണ്. പിശാച് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. നമ്മുടെ നാണം, നമ്മുടെ മാനം, നമ്മുടെ ലജ്ജ, നമ്മുടെ എല്ലാ സഭ്യതയെയും ഇല്ലാതാക്കാൻ വേണ്ടി പിശാച് പണിയെടുത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ ലജ്ജാബോധത്തെ തന്നെ ഊരിക്കളയാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്ന കൃത്യമായ ബോധ്യമുണ്ടായിട്ടും ഒരു ലജ്ജയുമില്ലാതെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ജീവിതത്തിൽ. ഈ ലജ്ജാബോധത്തിനാണ് വേണമെങ്കിൽ ഇഹ്സാൻ എന്നൊക്കെ നമുക്ക് പറയാം. പരസ്യം നന്നാക്കിയ പോലെ രഹസ്യം നന്നാക്കി തരണേ എന്നൊക്കെ അള്ളാഹുവോട് പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോഴേ, എൻ്റെ പരസ്യം, എൻ്റെ പുറം ഭാഗം നീ എങ്ങനെ നന്നാക്കിയോ അതുപോലെ എൻ്റെ രഹസ്യവും നന്നാക്കണേ അല്ലാഹ്. ജനങ്ങൾക്ക് മുമ്പിൽ പോകുമ്പോൾ, കുടുംബക്കാർക്ക് മുമ്പിൽ പോകുമ്പോൾ ഞാൻ എത്ര മാന്യനായിട്ടാണ് പെരുമാറുന്നത്, എത്ര നല്ലവനായിട്ടാണ് ഞാൻ എൻ്റെ ഡീസൻസി കാത്തു സൂക്ഷിക്കുന്നത്, അതുപോലെ ആരുമില്ലാത്ത ഏകാന്തതയിലും രഹസ്യത്തിലും പടച്ച റബ്ബേ എന്നെ നീ മാന്യനാക്കണേ എന്ന് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. സമൂഹത്തിൻ്റെ മുമ്പിൽ, ആൾക്കൂട്ടത്തിനിടയിൽ എങ്ങനെയാണോ നമ്മൾ ലജ്ജയെ കാത്തു സൂക്ഷിക്കുന്നത് അതുപോലെ രഹസ്യ ജീവിതത്തിലും ആ ശീലമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ സത്യവിശ്വാസിനികൾക്കൊക്കെ അനിവാര്യമായി ഉണ്ടാകേണ്ടുന്ന ഒരു ഗുണമാണെന്ത്? ലജ്ജ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് ലജ്ജ എന്ന് പറയുന്ന ഈ മഹാഗുണം പലരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുക. തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുത്തുമാലയിൽ നിന്ന് ചരട് പൊട്ടി അതിലെ മുത്തുകൾ ഓരോന്നോരോന്ന് ഉതിർന്നു വീഴും പോലെ പലരുടെയും ജീവിതത്തിൽ നിന്ന് ആ ലജ്ജാബോധം ഊരിപ്പോയിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഒരു വിദ്യാർത്ഥി സംഘം, ഇസ്ലാമിക വിദ്യാർത്ഥി സംഘം ഇപ്പോൾ ഈ സമയത്ത് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ട് ലജ്ജയെക്കുറിച്ച്. എന്തിനാണെന്നറിയോ? നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. പുറമെ നോക്കൂ നിങ്ങൾ, ക്യാമ്പസിന്റെ പരിസരങ്ങളിലുള്ള ബസ് സ്റ്റോപ്പുകളിൽ പോയാൽ കാണാം പുതിയ തലമുറകളിൽ നിന്ന് എത്രത്തോളം ഈ ലജ്ജാശീലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. വേറെ ഒരു വിശദീകരണം ആവശ്യമില്ല. നിങ്ങൾ വൈകുന്നേരം സ്കൂൾ വിടുമ്പോഴൊക്കെ സ്കൂൾ വലിയ സെക്കൻഡറിയും ഹയർ സെക്കൻഡറിയൊക്കെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന കോളേജിലേക്കുള്ള സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലൊക്കെ ഒന്ന് പോയി നിന്നിട്ട് കുറച്ചു നേരം ഒന്ന് വീക്ഷിച്ചാൽ കാണാൻ കഴിയും അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ചില ഇടപാടുകളും ബന്ധങ്ങളും ക്രിയകളും വിക്രിയകളും ഒക്കെ കാണാൻ കഴിയും. നമുക്ക് എത്രമാത്രം ലജ്ജ നഷ്ടപ്പെട്ട, ഒരു നാണവും മാനവും ഇല്ലാത്ത സമൂഹമായി ഈ പുതിയ തലമുറ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ലജ്ജ നശിച്ചാൽ സമൂഹത്തിൽ നന്മകൾ കുറയും, തിന്മകൾ വ്യാപിച്ചുകൊണ്ടിരിക്കും. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സമൂഹത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കും.
ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഒരു വിദ്യാർത്ഥി സംഘം ഇപ്പോൾ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക അഖിലേന്ത്യാ തലത്തിൽ. ഈ ഹയാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലജ്ജാശീലം ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് വളർന്നു വരുന്ന കുട്ടികളിൽ ലജ്ജാശീലം ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ അവരും തോന്നിയ പോലെ ജീവിക്കുന്നവരായിട്ട് മാറുമെന്ന് പ്രിയമുള്ള രക്ഷിതാക്കളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ മക്കളെക്കുറിച്ച് തന്നെയായി പറയുന്നത്. നമ്മുടെ മക്കളിൽ, നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ പെൺമക്കളിൽ, ആൺകുട്ടികളിൽ, നമ്മളിൽ തന്നെയും ഈ ലജ്ജാശീലം ഉണ്ടാക്കിയെടുക്കാൻ ബോധപൂർവ ശ്രമം നമ്മൾ നടത്തുന്നില്ല എങ്കിൽ ഒരു സംശയവുമില്ല, നാളെ മറ്റന്നാൾ അവരൊക്കെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അനുഭവങ്ങൾ പങ്കുവെക്കുന്നവരായിട്ട് മാറും എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഉത്തമരായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് ലജ്ജാശീലം അനിവാര്യമാണ്. പടച്ച റബ്ബ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിൽ ലജ്ജാശീലത്തെ ഉണ്ടാക്കിയെടുക്കും. നമ്മുടെ മക്കളിലും നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ബോധം അത് തന്നെയാണ്. നമ്മുടെ മക്കളിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ അത് കഴിയണം. ആര് കാണുന്നില്ലെങ്കിലും, ആര് നോക്കാനില്ലെങ്കിലും, ഒരു ക്യാമറയും ഇല്ലെങ്കിലും പടച്ചറബിന്റെ അണയാത്ത 2 കണ്ണുകൾ നമ്മളെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. മുമ്പ് ലുക്മാൻ അലൈഹിസ്സലാം മകന് കൊടുത്തൊരു ഉപദേശമുണ്ടല്ലോ, മോനെ തെറ്റുകൾ ചെയ്യരുത്. നീ ചെയ്യുന്ന തെറ്റ് കടുകുമണിയോളം പോന്ന തെറ്റാണെങ്കിലും അതിനെ വലിയ പാറക്കൂട്ടങ്ങൾക്കുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും മോനെ അള്ളത് കൊണ്ടുവരുട്ടോ, പടച്ചോനത് കൊണ്ടുവരുട്ടോ. അതുകൊണ്ട് ഉമ്മാനെ പറ്റിക്കാം, വാപ്പാനെ പറ്റിക്കാം, അധ്യാപകരെ പറ്റിക്കാം, ടീച്ചർമാരെ പറ്റിക്കാം, ഉസ്താദുമാരെ പറ്റിക്കാം, ഭാര്യനെ പറ്റിക്കാം, ഭർത്താവിനെ പറ്റിക്കാം, ഒക്കെ മറച്ചു വെക്കാം. നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ പ്രത്യേകത ഏതാണല്ലോ, തെറ്റ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ചെയ്ത തെറ്റുകളെ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കാനുള്ള അതിനേക്കാൾ വലിയ സംവിധാനങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ലജ്ജയില്ലെങ്കിൽ ഏത് തരത്തിലും ബ്രേക്കും വെല്ലുവാ പോകാൻ പറ്റും, ഒരു നിയന്ത്രണം ഇല്ലാണ്ട് പോകാൻ പറ്റും. പക്ഷെ മനസ്സിലാക്കണം, കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കണം, പടച്ചറബിന്റെ മുമ്പിൽ എണ്ണി ബോധിപ്പിക്കേണ്ടതല്ലാത്ത ഒരു നിമിഷവും നമുക്കില്ല. പറഞ്ഞേ പറ്റൂ, തെളിയിച്ചു കൊടുത്തേ പറ്റൂ. ചെയ്തതൊക്കെയും കാണിച്ചതൊക്കെയും പടച്ചറബ് നാളെ മത്സരാലോകത്ത് വെച്ച് ഒരു വലിയ സ്ക്രീനിൽ അങ്ങനെ വെച്ചിട്ട് വശലാക്കുന്ന രംഗങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിൽ കടന്നു വരണം. ഞാൻ പറഞ്ഞു വന്നത് കുട്ടികളിൽ മാത്രമല്ല, നമ്മളിലും ഉണ്ടാകണം ലജ്ജാശീലം. ആ ലജ്ജാശീലം ഇല്ലാത്തതിൻ്റെ ഭാഗമാണ് പുതിയ കാലഘട്ടത്തിലെ വസ്ത്രധാരണങ്ങൾ, ആൺപെൺ ഇടകലരലുകൾ. അങ്ങനെയാണല്ലോ വർത്തമാന ലോകത്തിൻ്റെ രീതി. അത് ഭയാനകമാണ്. മനുഷ്യ ശരീരം അത് പൂവാണ് എന്ന്, അത് ആർക്കും ആസ്വദിക്കാൻ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ, അല്പം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്ന വല്ലാത്തൊരു മുദ്രാവാക്യം മുഴക്കിയിട്ട് പ്രായപൂർത്തിയായ മകനെ കൊണ്ട് തൻ്റെ നഗ്ന ശരീരത്തിൽ ചിത്രം വരപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച നാണവും മാനവും ഇല്ലാത്ത ആളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ കേരളത്തിൽ നടന്ന കാര്യങ്ങളും വർത്തമാനങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി കണ്ട, വിശ്വാസികളിൽ ഉണ്ടാക്കിയെടുക്കണമെന്നാവശ്യപ്പെട്ട ഈ ലജ്ജാശീലത്തെ അടിയോടെ പിഴുതെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലിബറൽ ചിന്താഗതിയുള്ള ഒരു ലോകത്താണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലുമൊക്കെ ഈ ലജ്ജാശീലം അതിൻ്റെ വേണ്ട അളവിനുണ്ട് എന്ന് ഉറപ്പിക്കാനും തീരുമാനിക്കാനും നമുക്ക് കഴിയണം. ഇല്ല എങ്കിൽ ഗുരുതരമായ രംഗങ്ങൾക്കൊരു പക്ഷേ നമ്മൾ സാക്ഷികളാകേണ്ടി വരും എന്ന് മാത്രമാണ് പുതിയ കാലഘട്ടത്തിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. പടച്ച റബ്ബ് ആ ലജ്ജാശീലത്തെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.